കത്തനാർ ട്രെയിലർ. ആട് എന്ന് പറഞ്ഞ സിനിമയുടെ 100 കോടി സക്സസിന് ശേഷം ജയസൂര്യയുടെ അടുത്ത മെഗാ ഹിറ്റ് ആകുമെന്ന പ്രതീക്ഷയുള്ള ബ്ലോക്ക് ബസ്റ്റർ ആകുമെന്ന പ്രതീക്ഷയുള്ള കത്തനാർ. അനുഷ്ക ഷെട്ടിയാണ് മറ്റൊരു ലീഡിങ്, പ്രഭുദേവ, വിനീത്, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ വേറെ. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഉണ്ടാകുന്നുള്ള റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കത്തനാർ ട്രെയിലറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് ലെവല് പോലും തോറ്റു പോകുന്ന ഒരു ഫാൻറ്റസി പടം. വെറും ഒരു ഫാൻറ്റസി പടമൊന്നും അങ്ങനെ പറഞ്ഞ് കളയാൻ വേണ്ടി ഈ വിഷ്വൽസ് കൊണ്ട് പറ്റുന്നില്ല. അതായത് പ്രോപ്പർ കഥാ എലമെൻ്റുള്ള ഒരു സിനിമ ആസ്വാദകന് കണ്ടിരിക്കാൻ വേണ്ടി പോലും പറ്റുന്ന മലയാള സിനിമയുടെ ഒരു പുതിയ ഒരു വെർഷൻ ഓഫ് പശ്ചാത്തലം എന്നൊക്കെ പറയും. മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മികച്ച പടമാണ് കത്തനാർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ ഒരു ട്രെയിലറിൻ്റെ സമയത്ത് തന്നെ എനിക്ക് അതിനൊക്കെ മനസ്സിലായി. പിന്നെ ജയസൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ വളരെ മികച്ച രീതിയിൽ ഒരു ഹീറോ, ഒരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറയത്തക്ക രീതിക്ക് അത്രയ്ക്ക് പവറിങ് ഉള്ള ഒരു കഥാപാത്രമായിട്ട് ഹോമിൻ്റെ ഡയറക്ടർ ഏറ്റവും കൂടുതലായിട്ട് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നതാണ് പറയേണ്ടത്. അനുഷ്ക ഷെട്ടീനെയും കൂടെ നായികയാക്കി കൊണ്ടുവരുമ്പം ഈ ഒരു സിനിമയുടെ ഹൈപ്പ് കുറച്ചുകൂടെ കൂടും. ജയസൂര്യ അനുഷ്ക കോംബോ എങ്ങനെ വർക്കൗട്ടായി വരും, ബിഗ് സ്ക്രീൻ നമ്മളെങ്ങനെ കാണുന്നുള്ള കാര്യം, തിരക്കഥയുടെ പശ്ചാത്തലത്തിൽ ഈ കോംബോ എത്രത്തോളം ഒരു ഉപയോഗിക്കപ്പെടാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം നമുക്ക് അറിയിക്കാൻ വേണ്ടി പറ്റും. ഇനി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻറ്റസിയുടെ ഒരു മേളം തന്നെയാണ്. ഒരുപാട് ഗ്രാഫിക്സ്, വിഷ്വൽസ് എല്ലാം കൊണ്ടൊരു ഗംഭീര ട്രീറ്റ്. ഈ ട്രെയിലർ നിങ്ങൾ കാണുന്നതിനൊക്കെ 180p എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ക്വാളിറ്റിയുടെ കണ്ടുപോയിക്കാണ്. ഹെഡ്സെറ്റ് വെച്ച് കേട്ട് നോക്കി ഏറ്റവും കീട്ടു സാധനം ഞാൻ പറയും. അമ്മാതിരി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് തിയേറ്ററിലേക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഹൈലി വിഷ്വലൈസിങ് ആണ് ഈ ഒരു സിനിമ. അമ്മാതിരി ഒരു മേക്ക് ഓവറായിട്ട് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു സിനിമ കാണാൻ വേണ്ടി തയ്യാറാക്കിക്കോ, ഒരു വിഷ്വൽ ട്രീറ്റ് റെഡിയാക്കിക്കോ. അതാണ് കത്തനാർ എന്ന് പറഞ്ഞ ഒരു പടം. ഒരു രീതിക്കുള്ള ഒരു നെഗറ്റീവ് പോലും പറയാനില്ല. ഒരു ഹാരി പോട്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കാണുന്നകത്ത് ഒരു ഗംഭീര ഫീലാണ് എനിക്ക് കണ്ട സമയത്ത് തോന്നിയ. മികച്ച കഥ, മികച്ച ഗ്രാഫിക്സ്, ആനിമേഷൻസ്, വിഷ്വൽസ്, ജയസൂര്യനെ നല്ലപോലെ ഉപയോഗിച്ച ഒരു പടം. അനുഷ്കയുടെ പ്രസൻസ്, പ്രഭുദേവ, പിന്നെ ലാലേട്ടനുണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തിയേറ്ററിൽ മസ്റ്റായിട്ട് പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. കത്തനാറിൻ്റെ ട്രെയിലറിനെ പറ്റി ഏറ്റവും മികച്ച ഒരു ഹോളിവുഡ് പോലും തോക്കുന്ന ഒരു പടം എന്ന് വേണം പറയേണ്ടത്. ജയസൂര്യയുടെ കാലം തെളിഞ്ഞ് എന്ന് വേണം പറയേണ്ടത്. ഇത്രയുള്ളൂ പറയാനായിട്ട്.